ഹേ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? മൗണ്ട് മേരി ഓഫ് ചർച്ച് എന്നറിയപ്പെടുന്ന ബെസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ദ മൗണ്ട്. മുംബൈയിലെ ബാന്ദ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കത്തോലിക്ക ബെസിലിക്കയാണിത്. ഒരു കുന്നിൻ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നത്. എണ്ണമറ്റ വിശ്വാസികളാണ് ദിനം പ്രതി ഈ പള്ളിയിലേക്ക് വരുന്നത്. 16-ാം നൂറ്റാണ്ട് മുതലുള്ളതാണ് ഈ പുണ്യമന്ദിരത്തിൻ്റെ ചരിത്രം. അതായത് ഒരു 300 വർഷത്തോളം പഴക്കമുണ്ട് ഈ ബസിലിക്കയ്ക്ക്. 1700 കാലഘട്ടത്തിൽ കടലിൽ ഒഴുകി നടന്ന ഒരു കന്യകാമാതാവിൻ്റെ രൂപം കണ്ടെത്തിയതിലൂടെയാണ് ഈ ചർച്ച് സ്ഥാപിതമായത്. ബാന്ദ്രയിലെ കുളി മത്സ്യത്തൊഴിലാളികളാണ് ഈ രൂപത്തെ ആദ്യമായി കണ്ടെത്തിയത്. അവരതിനെ മോട്ടുമൗലി എന്നാണ് വിളിക്കുന്നത്, അഥവാ മുത്തമ്മ എന്നാണ് അർത്ഥം. കാരണം ആ രൂപം മുത്തുപോലെ തിളക്കമുള്ളതായിരുന്നു. കന്യകാമറിയത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 8 വലിയ ആഘോഷമായിട്ടാണ് ഇവിടെ കൊണ്ടാടുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷം ബാന്ദ്രമേള എന്നാണ് അറിയപ്പെടുന്നത്. 1738 പേർഷ്യ ബ്രാഹ്മണനായ ചിമാജി അപ്പയുടെ നേതൃത്വത്തിൽ പള്ളി ആക്രമിക്കപ്പെട്ടു. പിന്നീട് ബ്രിട്ടീഷ് ബോംബെ കാലഘട്ടത്തിലാണ് ഇത് പുനർനിർമ്മിച്ചത്. അതിനാൽ ഇപ്പോഴത്തെ ദേവാലയ ഘടനയ്ക്ക് കെട്ടിടത്തിനും വെറും 100 വർഷം മാത്രമേ പഴക്കമുള്ളൂ. ഇവിടെ കണ്ടൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മെഴുകുതിരിയാണ്. മനുഷ്യന്റെ രൂപങ്ങളിലായിട്ടും വീടിൻ്റെ രൂപങ്ങളിലായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ആവശ്യാനുസൃതം അത് വാങ്ങിച്ചു പോയി പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. മറ്റൊരു കാര്യം എന്തെന്നാൽ കൊളാബയിലെ ഹോളി നെയിം ചർച്ചിൻ്റെയും ബാന്ദ്രയിലെ മൗണ്ട് മേരി ചർച്ചിൻ്റെയും വാതിലുകൾ കരുണയുടെ വിശുദ്ധ വാതിലുകളായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റോമിലേക്ക് പോകാൻ സാധിക്കാത്ത സമൂഹാംഗങ്ങൾക്കായിട്ട് എല്ലാ രൂപതകളിലെയും നിയുക്ത പള്ളികളിൽ അത്തരം വാതിലുകൾ തുറക്കാനുള്ള ഒരു ചരിത്രപരമായ ഉത്തരവിനെ തുടർന്നാണിത്. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളെ ഈ ദേവാലയം ആകർഷിക്കുന്നു. അതിനാൽ കന്യകാമറിയത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നതിനും അനുഗ്രഹങ്ങൾ അഭ്യർത്ഥിക്കുന്നതിനുമായി ഒരുപാട് പേർ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ മുംബൈയിൽ വരുന്നവരാരും ഈ പള്ളി കാണാതെ പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.